അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ ചോദ്യം ഇപ്പോൾ ഈ പാലസ്തീനുമായി ബന്ധപ്പെട്ടുന്ന പ്രശ്നത്തിൽ സൗദി അറേബ്യ പോലുള്ള രാഷ്ട്രങ്ങൾ ഒന്നും ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവർ സഹായിക്കുകയാണ് എന്നുള്ള രൂപത്തിൽ ഇവിടെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നും, രണ്ടാമത്തെ ഒരു ചോദ്യം, നമ്മുടെ മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ അധികവും ഈ ഭരണകർത്താക്കൾ ഇങ്ങനെ രാജാവിൻ്റെ മകൻ അങ്ങനെ ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ ഇസ്ലാമികമായ വിധി എന്താണ്? രണ്ട് ചോദ്യമാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, ഫലസ്തീനുമായി ബന്ധപ്പെട്ട് നമ്മുടെ സൗദി ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, പല ഇസ്ലാമിക രാജ്യങ്ങളിലും ഒരു ഭരണാധികാരിയുടെ ശേഷം അദ്ദേഹത്തിൻ്റെ മക്കളായിട്ടുള്ള ഭരണം നടത്തുന്നതിൻ്റെ ഇസ്ലാമിക വിധി. ബഹുമാന്യ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള മദീനി അതിന് മറുപടി പറയും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഫലസ്തീൻ്റെ വിഷയത്തിൽ ഫലസ്തീൻ പ്രശ്നം അത് തുടങ്ങിയത് മുതൽ, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയൊരു വിഷയമല്ല. ഫലസ്തീൻ്റെ പ്രശ്നം രണ്ടാം ലോകമഹായുദ്ധം നടന്ന് അതിനപ്പുറം ഈ ജൂത ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെണ്ടി തിരിഞ്ഞ് നടക്കുന്നവർ ഫലസ്തീനിലേക്ക് ചേക്കേറി തുടങ്ങുകയും പിന്നീട് ഒരു ഫലസ്തീനിൽ പിന്നീട് ഒരു ഇസ്രയേൽ രാഷ്ട്രം സ്ഥാപിതമാവുക എന്നുള്ള നിഗൂഢത പുലരുകയും ചെയ്തതിൽ പിന്നെ പ്രശ്നങ്ങളുടെ തുടർ കഥയാണ് നമ്മൾ വായിക്കുന്നത്. ഒരു വലിയ ഒരു ചരിത്രവും കുറേ ആയത്തിൽ പ്രതിപാദിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെന്തെങ്കിലും ഏതാനും പ്രശ്നങ്ങളുടെ പേരിൽ ഇന്ന് മാത്രമല്ല ഈ രക്തരൂക്ഷിത സംഭവങ്ങൾ അരങ്ങേറിയിട്ടുള്ളത്, അത് ഇന്നലകളിൽ ഒരു വേള ഇതിനേക്കാൾ രക്തച്ചൊരിച്ചിലുകൾ നടന്ന സംഭവങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവിടെയുള്ള ചരിത്രം വായിച്ച്, അതേപോലെ തന്നെ സൗദ് രാജകുടുംബത്തിൻ്റെ ചരിത്രവും ആ രാജാക്കന്മാരുടെ സംഭാവനകളും സേവനങ്ങളും വായിക്കുമ്പോൾ ഒരു വേള അവർ ഇടപെടുകയും ഏറ്റവും കൂടുതൽ സഹായങ്ങളും സേവനങ്ങളും പലസ്തീൻ പ്രശ്നത്തിൻ്റെ പരിഹാരത്തിന് പ്രായോഗികമായ മാർഗനിർദ്ദേശം നൽകുകയും ചെയ്തത് അവിടുത്തെ ഭരണാധികാരികളാണ്. ഓരോ ഭരണാധികാരിയും നിലവിൽ വരുമ്പോഴൊക്കെയും അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഫലസ്തീൻ്റെ വിഷയമാണ്, ഫലസ്തീനികളുടെ പ്രശ്നമാണ്. അത് ഇന്നും അവർ ആഭ്യന്തര തലത്തിലാകട്ടെ, ഇനി വൈദേശിക സമ്മേളനങ്ങളിലും വേദികളിലുമാകട്ടെ, അവരുടെ വിഷയം അവർ ഫലസ്തീന് അനുകൂലമായി, ഫലസ്തീൻ എന്ന രാഷ്ട്രവുമായി ബന്ധപ്പെട്ട്, ഫലസ്തീനികളുമായി ബന്ധപ്പെട്ട് അവർ ശക്തിയുക്തം, ഒരു വേള ഫലസ്തീൻ്റെ ഷഹീദ് എന്ന പേരിൽ നമുക്ക് പറയാവുന്ന മഹാനാണ് അൽ മലിക് ഫൈസൽ ഇബ്ൻ അബ്ദുൽ അസീസ് ആൽ സഊദ് റഹ്മത്തുള്ളാഹി അലൈഹി. അതൊക്കെ ചരിത്രത്തിൽ ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങളാണ്. പിന്നെ ഫലസ്തീൻ്റെ പേരിൽ ചില തീവ്ര നിലപാടുകാരും അവിവേകികളും അവരുടെ അവിവേകങ്ങൾക്കും തീവ്രതകൾക്കും കൂട്ടുനിൽക്കുന്നില്ല, ആരും നിൽക്കുന്നില്ല എന്ന വിഷയത്തിൽ അവരും അവരുടെ മീഡിയകളും കൊടുമ്പിരി കൊണ്ട പ്രചരണത്തിലാണ്. പിന്നെ ഈ വിഷയത്തിൽ സൗദി ഗവൺമെൻറ്റിനെ യുഗയത്തിക്കൊണ്ടും അല്ലെങ്കിൽ അവരുടെ വലിയ സേവനങ്ങളെ വില കുറച്ചുകൊണ്ടും അത് ആ വിഷയത്തിൽ തീർത്തും പരിഗണനീയമല്ലാത്ത നിരൂപണങ്ങളാണ്. യാഥാർത്ഥ്യങ്ങൾ വിളിച്ചറിയിക്കുന്നത് അത്
എല്ലാ ഭരണാധികാരികളും നിലവിൽ വരുമ്പോഴൊക്കെയും അവർ സുപ്രധാന വിഷയമായി കണ്ടത് ഫലസ്തീനെയാണ്, ഫലസ്തീനികളുടെ പ്രശ്നങ്ങളെയാണ്. അത് ചരിത്രം നന്നായി വിശദീകരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഒരു പഠനം ആ വിഷയത്തിൽ നടത്തി വിഷയം അവതരിപ്പിച്ച ഒരാൾ എന്നുള്ള നിലയ്ക്ക് എനിക്കതിൽ കുറേ പ്രൂഫുകൾ, യാഥാർത്ഥ്യങ്ങൾ അവതരിപ്പിക്കാനാവും. അൽഹംദുലില്ലാഹ്. ഒരു രാഷ്ട്രീയ വിഷയമാണത്, ഞാനിവിടെ തുടർത്തുന്നില്ല. മറ്റൊരു വിഷയം ഇവിടെ പറഞ്ഞത് ഈ രാജഭരണവുമായി ബന്ധപ്പെട്ടാണ്. രാജഭരണത്തിൽ ഈ പിന്തുടർച്ച എന്നുള്ള വിഷയം അത് അനിസ്ലാമികം എന്ന രീതിയിലാണ് പലരും വിശേഷിപ്പിക്കാറും വീതിക്കാറുമുള്ളത്. അത് ശരിയല്ല. ഇപ്പോൾ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായിരുന്നു. അദ്ദേഹം നബി എന്ന പോലെ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ശേഷം പിന്നീട് രാജാവായി നബിയായി വന്നത് മകൻ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിനെ തുടർന്ന് മകനെ രാജാവായി നിശ്ചയിക്കുകയും വിധിക്കുകയും ചെയ്തില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിയോഗത്തിനിപ്പുറം ഖിലാഫത്തുൻ നുബുവത്താണ്, നുബുവത്തിനെ തുടർന്നുള്ള ഖിലാഫത്താണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രത്യേകം പറഞ്ഞു, ഖിലാഫത്തുൻ നുബുവ 30 സന സുമ്മ യുഅ്തില്ലാഹു മുൽകഹു മൻ യശാ. നുബുവത്തിനെ തുടർന്ന് ഖിലാഫത്ത് 30 വർഷമായിരിക്കും. പിന്നീട് രാജഭരണമാണ്. അതിനെക്കുറിച്ച് പറഞ്ഞത് സുമ്മ യുഅ്തില്ലാഹു മുൽകഹു, അള്ളാഹു തൻ്റെ മുൽക്കിനെ നൽകുമെന്നാണ്. മൻ യശാവിനെ ഉദ്ദേശിക്കുന്നവർക്ക്. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു അൻഹും, അതേപോലെ അൽ ഹസൻ ഇബ്നു അലി, ഇവരുടെ 30 വർഷത്തെ ഖിലാഫത്തുൻ നുബുവ. അതിനപ്പുറം അള്ളാഹു സുബ്ഹാനഹു വ തആല മുൽക്ക് നൽകിയത് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സുമ്മ യുഅ്തില്ലാഹു മുൽകഹു, അള്ളാഹു തൻ്റെ മുൽക്ക് മൻ യശാവിനെ ഉദ്ദേശിക്കുന്നവർക്കും നൽകുമെന്നാണ് പറഞ്ഞത്. അവ്വലു മുലൂക്കുൽ ഇസ്ലാം, ഇസ്ലാമിലെ ആദ്യത്തെ രാജാവ് അത് മുആവിയ റളിയല്ലാഹു തആല അൻഹു ആയിരുന്നു. മുആവിയ റളിയല്ലാഹു തആല അൻഹു അള്ളാഹു നൽകിയ മുൽക്ക് അത് ഏറ്റെടുത്ത് ഭരണം നടത്തി. അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം അന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും ഭൗതിക പരിപ്രേക്ഷ്യവും പ്രക്ഷുബ്ധമാണ്. പ്രത്യേകിച്ച് അമവികൾക്ക് പക്ഷം പിടിക്കുന്നവരുണ്ടായിരുന്നു, ഹാഷിമികൾക്ക് പക്ഷം പിടിക്കുന്നവരുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങളുടെ ഒരു സാഹചര്യം. അലി റളിയല്ലാഹു തആലാന്റെ ഖിലാഫത്തിൽ ജമൽ, സിഫീൻ, തഹ്കീം പ്രശ്നങ്ങൾ നടന്നു. ആ പ്രശ്നങ്ങൾക്കിപ്പുറം അന്നൊക്കെ അലി റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിലൊക്കെ വലിയ വിഷയങ്ങളാണ്. പക്ഷേ മുആവിയ റളിയല്ലാഹു തആല അധികാരത്തിലേറിയപ്പോഴാണ് മുആവിയ ഹംസത്തുൽ വസലാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയാറുള്ളത്. ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അലി റളിയല്ലാഹുവിൻ്റെ കാലത്തുണ്ടായതുപോലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ മുആവിയ റളിയല്ലാഹുവിൻ്റെ കാലത്തുണ്ടായില്ല. കാരണം അത്ര നിപുണതയിൽ വിഷയങ്ങൾ കൈകാര്യം ചെയ്താണ് മുആവിയ റളിയല്ലാഹുവിൻ്റെ ഭരണം തുടർന്നു പോയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗ സമയമായപ്പോൾ ആളുകൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ശേഷം എന്ത് എന്നുള്ളത്. അതുകൊണ്ടാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു സഹാബികളോടൊക്കെ കൂടിയാലോചന നടത്തി മകൻ യസീദിനെ തൻ്റെ കാലശേഷം ഖലീഫയാക്കി അല്ലെങ്കിൽ രാജാവാക്കി നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നത്. അതിൽ ആളുകളുടെ അഭിപ്രായ സർവേ നടത്തുന്നത്. ആദ്യം ചില സഹാബികൾ അതിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലുള്ള, അബ്ദുല്ലാഹി ഇബ്നു സുബൈറിനെ പോലുള്ള, ഹുസൈൻ ഇബ്നു അലീനെ പോലുള്ള അങ്ങനെയുള്ള ചില സഹാബികൾ. പക്ഷേ ഈ വിഷയം തെര്യപ്പെടുത്തിയപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമറിനെ പോലുള്ള, അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കറിനെ പോലുള്ളതായ സഹാബികളൊക്കെ അതിനോട് യോജിക്കുകയാണ് ചെയ്തത്. ചിലർക്ക് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതൊരു വലിയ ആശയമായി കണ്ട് അവരെല്ലാം യസീദിനെ സമ്മതിക്കുകയാണ് ചെയ്തത്. മുആവിയ റളിയല്ലാഹുവിന് ശേഷമുള്ള യസീദിൻ്റെ പിൻഗാമിത്വം നോക്കൂ നിങ്ങൾ. പ്രബലരായ പ്രമുഖരായ സഹാബികൾ ജീവിച്ചിരിക്കുകയാണ് മുആവിയ റളിയല്ലാഹു തീരുമാനമെടുത്തത്, അവരെല്ലാവരും അംഗീകരിച്ചത്. അതുകൊണ്ട് ഇസ്ലാമികതയല്ല ഒരു പിതാവിന് ശേഷം മകനെ പിതാവ് നിശ്ചയിക്കുന്നുവെങ്കിൽ ആ ഒരു നടപടി രാഷ്ട്രീയത്തിൽ
മുആവിയ റളിയല്ലാഹു അൻഹു തൻ്റെ ശേഷം യസീദിനെ നിശ്ചയിച്ചു. ആ യസീദ് ഭരണം നടത്തി അദ്ദേഹം നയിച്ച സൈന്യത്തിൽ പ്രമുഖ സഹാബികൾ അബു അയ്യൂബിൻ അൻസാരിയെ പോലുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പോലുള്ള സഹാബികളൊക്കെയും യസീദിൻ്റെ കീഴിൽ ഭരണത്തിൽ പങ്കാളികളായി, യുദ്ധത്തിൽ പങ്കാളികളായി ജീവിച്ചവരാണ്. അവർക്കൊന്നും ബോധ്യപ്പെടാത്തൊരു അനിസ്ലാമികതയാണ് പിൽക്കാലത്ത് ഈ രാഷ്ട്രീയ വ്യാഖ്യാനത്തിൻ്റെ ആളുകൾക്ക് അവരുടെ മണ്ടയിൽ തെളിയുന്നത്. മുആവിയ റളിയല്ലാഹു തആല അൻഹു എത്ര പ്രമുഖനായ സഹാബിയാണ്. ഇസ്ലാമിൻ്റെ ആദ്യത്തെ രാജാവ്, അവ്വലു മുലൂക്കുൽ ഇസ്ലാം വ അഫ്ദലുഹും, അവരിൽ ഏറ്റവും ശ്രേഷ്ഠൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത നൽകിയ സഹാബികളിൽ പെട്ട ആളാണ് മുആവിയ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളും വിശേഷണങ്ങളും എത്രയാണ്. അപ്പം അങ്ങനെയുള്ള മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ വിലയിടിച്ച് വില കുറച്ച് ചിത്രീകരിക്കുന്ന പ്രവണത ഈ രാഷ്ട്രീയ വ്യാഖ്യാനത്തിൻ്റെ ആളുകൾക്ക് പണ്ട് മുതൽ ഇന്നോളുണ്ട്. അത്തരം ആളുകളാണ് ഇത്തരം വിധികൾ പ്രസ്താവിക്കുന്നത്. രാജഭരണം അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കനിഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, നുബുവത്തിനെ തുടർന്നുള്ള ഖിലാഫത്തിനെ തുടർന്ന് മുലൂക്കിയത്ത് വരും എന്നുള്ളത്. അത് അല്ലാഹു കനിയുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഖിലാഫത്ത് എന്ന് പേരിടലോ മുലൂക്കിയത്ത് എന്ന് പേരിടലോ ഇമാമത്ത് എന്ന് പേരിടലോ അതിലൊരു വിഷയമല്ല. പക്ഷേ എങ്ങനെ ഭരിക്കണം, എങ്ങനെ നയിക്കണം എന്നുള്ളതാണ് വിഷയം. ഭരണം അത് കൃത്യവും നീതിയുക്തവും ദീനിൻ്റെ നടത്തിപ്പ്, അതേപോലെ തന്നെ ജനക്ഷേമം, ഇതാണ് അടിസ്ഥാനമെങ്കിൽ പേരെന്ത് എന്നുള്ളത് പ്രശ്നമല്ല. ആര് ഭരിച്ചു ആര് നയിച്ചു എന്നുള്ളതും വിഷയമല്ല. ശ്രേഷ്ഠരായ കുറേ ആളുകളുണ്ട്, താരതമ്യേന ശ്രേഷ്ഠത കുറഞ്ഞവരുണ്ട് എങ്കിൽ ഭരണാധികാരിയാകാൻ യോഗ്യൻ ഈ ശ്രേഷ്ഠത താരതമ്യേന കുറഞ്ഞ വ്യക്തിയാണെങ്കിലും അതിലൊരു പ്രശ്നമല്ല. അബു അയ്യൂബ് അൻസാരിയെ പോലുള്ള അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ പോലുള്ള മഹത്തുക്കൾ ജീവിച്ച നാളിലാണ് യസീദ് എന്നവർ ഇവിടെ രാജാവായി ഭരണം കൈയാളിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു വികാരങ്ങൾക്കപ്പുറം വിവേകത്തോടു കൂടി പ്രമാണബദ്ധമായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട വിഷയമാണ്. ഞാൻ ദാവൂദ് നബിയെയും സുലൈമാൻ നബിയെയും ഉദ്ധരിച്ചത് അത് പൂർവികരുടെ ഷറാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ നിയുക്തമാവുന്നതിന് മുമ്പുള്ള ഷറാണ്. പക്ഷേ അവരുടെ ഷറ നമുക്ക് കൂടി ഷറാണ്. എപ്പോൾ നമ്മുടെ ഷറ ആ ഷറയിനോട് യോജിക്കുന്നുവെങ്കിൽ, അവിടെ പിതാവിന് ശേഷം മകൻ രാജാവായില്ലേ, നമ്മുടെ ദീനിലും അത് ഉണ്ടായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള വിഷയമാണ് എങ്കിൽ അത് നമുക്ക് കൂടി തെളിവാണ് എന്നുള്ളതാണ് അതിൽ പറയാനുള്ളത്. അല്ലാഹു ആലം.